അപ്പൊ നമ്മള് മുമ്പേർക്ക് ചേർന്നുള്ള ലെസൺ അല്ലേ? അപ്പൊ അതേ ആ ലെസൺ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇത് ആർക്ക് എഴുതിയ ലെറ്റർ ആണ്? ജ്യോതിക്ക് എഴുതിയ ലെറ്റർ ആണ്. ആരെഴുതിയാണ്? एक पत्र किसने लिखा? ഒരു ചോദ്യം. एक पत्र किसने लिखा? ഈ ലെറ്റർ ആരാ എഴുതിയത്? ഈ ലെറ്റർ ആരെഴുതിയതാണ്? ജയ. एक पत्र किसको लिखा? ആർക്കാണ് ഇത് അയച്ചത്? ബേജ. ജ്യോതി അല്ലേ? അപ്പൊ അതില് ആ ടെക്സ്റ്റ് പിന്നെ ഞാൻ വായിപ്പിക്കാം. നെക്സ്റ്റ് വേർഡ് മീനിങ് ഒന്ന് നോക്കിക്കോളൂ. വേർഡ് മീനിങ് സകുശൽ വെൽ. വേർഡ് മീനിങ് നോക്കിയിട്ട് എവിടെ വെച്ചാൽ പോരാ കേട്ടോ. പഠിച്ച് റെഡി ആവണേ. എല്ലാം പഠിച്ചു വെക്കണം വേർഡ് മീനിങ് അല്ല, എന്നാലും നിങ്ങൾക്ക് എഴുതാനൊക്കെ മനസ്സിലാവില്ല. മീനിങ് ആദ്യം പഠിക്കണം. സകുശൽ വെൽ. കാംന വിഷ്. വെസ്റ്റ് ബിസി. സുഹാവന പ്ലീസൻ. ഗുഫായേം കേവ്സ്. എലിഫന്റ ഗുഫായേം എലിഫന്റ കേവ്സ്. നെഹ്റു താരാമണ്ഡൽ നെഹ്റു പ്ലാനറ്റേറിയം. ജീവ ഇടക്ക് സ്റ്റെക്കായി പോയി അല്ലേ മോനെ? നെറ്റ് കംപ്ലൈന്റ് ആ? സമുദ്രതട് ബീച്ച്. സ്ഥാനീയ ഗാഡിയാം ലോക്കൽ ട്രെയിൻസ്. നിരന്തർ ഓൾവേസ്. നിമന്ത്രൺ ഇൻവിറ്റേഷൻ. തബാദല ട്രാൻസ്ഫർ. മൗസം വെദർ. സാഗർ സീ. സംഗ്രഹാലയ മ്യൂസിയം. മച്ചലി കാ സംഗ്രഹാലയ അക്വേറിയം. ഇത്രയും വേർഡ് മീനിങ്ങുകളാണ് അതിലുള്ളത് കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് എഴുതണേ. നീറ്റ് ആയിട്ട് എഴുതണം. ആ എഴുതിയിട്ടുണ്ട്. എഴുതാത്തവര്, അതായത് ഇതുവരെയുള്ള ലെസൺ എല്ലാം കംപ്ലീറ്റ് ആക്കണം. 11ാമത്തെ ലെസൺ വരെ നിങ്ങളെ നോട്ടിൽ ഉണ്ടായിരിക്കണം. ടെക്സ്റ്റും അതുപോലെ എല്ലാ വർക്കുകളും ചെയ്തിരിക്കണം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിസ്സിനെ വേണമെങ്കിൽ വിളിച്ചിട്ട് അത് സംശയങ്ങൾ തീർക്കണം. ഓക്കെ? അന്ന് എക്സാം എഴുതി പേപ്പറൊക്കെ കിട്ടിയില്ല എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് ടെസ്റ്റ് നടത്തിയതിന്റെ കിട്ടാത്തവരുണ്ടോ? എക്സാം എഴുതിയവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ, ഹലീം അന്ന് എഴുതിയില്ലേ എക്സാം? എന്നിട്ടോ മാർക്ക് കിട്ടിയോ മോളെ? എത്രയാ മാർക്ക്? 15 ടോട്ടല്? എന്നാ 14. എനിക്ക് 14 ആണോ? ആതിരക്ക് ഫുൾ ഉണ്ട് അല്ലേ മോളെ? 15 ഉണ്ട്. ആ, ശ്രീ വിഷ്ണുവിനും ഫുള്ളാണ്. ആ അതെ അതെ, വെരി ഗുഡ്. അവർക്ക് ഹരിക്കും അതുപോലെ ജീവ അല്ല ജസ്റ്റിസിനും ഏതോ ഒരു മാർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ ആണെന്ന് തോന്നുന്നു അവർക്ക് തെറ്റിയത്. അറിയുന്നായിരുന്നു, പക്ഷെ അവിടെ തെറ്റിപ്പോയി. അങ്ങനെ തെറ്റിക്കരുത് കേട്ടോ. ആ, തെറ്റിപ്പോയത് കേട്ടോ. ശ്രദ്ധിച്ചു. അപ്പൊ നോക്കുക നെക്സ്റ്റ്. നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ദീജിയേ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസർ നോക്കുക. യഹ് പത്ര കിസ്നെ കിസ്കോ ലിഖ. യഹ് പത്ര കിസ്നെ, ഈ ലെറ്റർ ആര്? കിസ്കോ ലിഖ, ആർക്കെഴുതി? ജയാനെ ജ്യോതികോ ലിഖ. എന്താണ് ആൻസർ? ജയാനെ ജ്യോതികോ ലിഖ. ജയ ജ്യോതിക്ക് എഴുതിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുംബൈ കെ ദർശനീയ സ്ഥാനോ കാ വിവരൺ ദീജിയേ. അത് കുറച്ച് എഴുതേണ്ടി വരും. എന്താണ്? മുംബൈയിലുള്ള കാണാൻ യോജിച്ച സ്ഥലങ്ങള്, കുറച്ച് ഓരോ ബീച്ചിന്റെ കാര്യങ്ങളും മ്യൂസിയത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാൻ ഒരു 4-5 സെന്റൻസ് എഴുതേണ്ടി വരും. അത് മിസ് വേറെ നോക്കിയിട്ട് എങ്ങനെ നോക്കട്ടെ. അത് मुंबई के दर्शनीय स्थानों का विवरण दीजिए. അതൊരു 4-5 സെന്റൻസ് ആയിട്ട് വേറെ മിസ് 2 നമ്പർ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു വരും. മിസ് 2 നമ്പർ ഇട്ടിട്ട് ഒരു റഫ് പേപ്പറിൽ എഴുതി അയച്ചു തരാം കേട്ടോ.
തേർഡ് ചൗപാട്ടി और ജുഹു ബീച്ച് കൈസേ ഹെ. ചൗപാട്ടി ബീച്ചും അതുപോലെ ജുഹു ബീച്ചും എങ്ങനെയുള്ളതാണ്? എങ്ങനെയുള്ളതാണ് ചൗപാട്ടി और ജുഹു ബീച്ച്? ഹലീമ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ചൗപാട്ടി और ജുഹു ബീച്ച് കൈസേ ഹെ. എങ്ങനെയാണ് ചൗപാട്ടി ബീച്ചും ജുഹു ബീച്ചും? സാഗർ का एक रेतीला तट दूर तक फैला हुआ है. ഈ ജുഹു ബീച്ചിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതായത് കടലോരം വളരെ വിസ്തൃതമായിട്ടുണ്ട് അല്ലെ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. സാഗർ കി ലഹരേം കിനാരോം സെ ടക്കരാത്തി രഹ്തി ഹെ. അതായത് കടലിൽ നിന്ന് തിരമാലകള് എന്താണ് തീരത്തോട്ട് ഇങ്ങനെ വന്നടിക്കുന്നുണ്ട് അല്ലെ. ശാം കെ സമയ ഹാ ലോഗോം കാ മേള സാ ലഗാ രഹ്താ. വൈകുന്നേരം ആകുമ്പോ ആ ബീച്ചിൽ എന്തുണ്ട്? മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൗപാട്ടി ബി ഏക് ജഗ്മഗാത്ത ഹുവ സമുദ്ര തട് ഹെ. ചൗപാട്ടിയും ഇതുപോലെ തന്നെ ഒരു പേര് കേട്ട കടലോരമാണ് അല്ലെ. യഹാം ബി ശാം കെ സമയ ബഹുത് ഭീഡ് രഹ്തി. ഇവിടെയും എന്താണ് വൈകുന്നേരം ആകുമ്പോൾ ജനക്കൂട്ടം തിരക്ക് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ലോക് ദേർ രാത് തക് ഡണ്ടി രേത്ത് പർ ബൈഠ്കർ ഖാനെ പീനെ കാ ആനന്ദ് ഉഡാത്തെ ഹെ. ഇവിടെ അധികം രാത്രി സമയം കുറെ സമയം വരെ ലേറ്റ് ആവുന്നത് വരെയും എന്താണ് ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഈ മണലാരണ്യത്തിൽ തണുത്ത ആ കാറ്റ് കൊള്ളാൻ വേണ്ടി അവിടെ വന്ന് ഇരിക്കാറുണ്ട് അല്ലെ. ഇത്രയുമാണ് അതിന്റെ പ്രത്യേകത. ഏതാണ്? ചൗപാട്ടി അതുപോലെ ജുഹു ബീച്ചിന്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ക്ലിയർ ആയില്ലേ മക്കളെ മിസ് പറഞ്ഞത്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ലാസ്റ്റ് മുംബൈ മേ മൗസം കൈസാ രഹ്താ ഹെ. മുംബൈയിലെ കാലാവസ്ഥ, മൗസം മീൻസ് കാലാവസ്ഥ. എങ്ങനെയായിരുന്നു മുംബൈയിലെ മൗസം എന്ന് പറഞ്ഞത്? അത് നമ്മള് ലെറ്റർ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെ ആ കുട്ടി പറഞ്ഞത് എന്താണ്? മുംബൈ മേ മൗസം സദാ ഏക് സാ ഹി രഹ്താ ഹെ. എല്ലായ്പ്പോഴും ഒരേപോലെ. എങ്ങനെയാണ് മുംബൈയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞത്? എല്ലായ്പ്പോഴും. സദാ, സദാ മീൻസ് ഹമേശ, എല്ലായ്പ്പോഴും. ഏക് സാ ഹി രഹ്താ ഹെ, ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് എല്ലായ്പ്പോഴും ഒരുപോലെയാണോ കാലാവസ്ഥ? അല്ല. മഴ മാറി അല്ലെ, മഞ്ഞ്, ഇപ്പൊ ഉച്ച സമയമാകുമ്പോൾ നല്ല വെയില്, ചൂട് അല്ലെ. കാലാവസ്ഥ വ്യതിയാനമുണ്ട്. നെക്സ്റ്റ് റിക്ത് സ്ഥാൻ കി പൂർത്തി കീജിയേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. यहाँ दिल्ली की तरह इंडिया गेट जैसा देश है जो देश पर बना हुआ है. ഇവിടെ ദില്ലിയെ പോലെ ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിനെ പോലെ ഇവിടെ ഏതുണ്ട്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എന്താണ് അതിന്റെ പേര്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഹെ. ജോ, ഇനി അത് എവിടെയാണ്? ദേശ് പർ ബനാ ഹുവാ ഹെ. എവിടെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ? സാഗർ തടുപ്പർ, കടലോരത്ത്. സാഗർ തടുപ്പർ, കടൽ തീരത്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ടെണ്ണം അവിടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ. ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അത് ഒന്നുകിൽ ടെക്സ്റ്റ് നോക്കിയിട്ട് തന്നെ എഴുതണേ, ഇല്ലെങ്കിൽ മിസ് അയച്ചു തരുമ്പോൾ ശ്രദ്ധിച്ചേരണം. തെറ്റ് എഴുതാതെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. സെക്കൻഡ് അവിടെ തന്നെ പൂരിപ്പിക്കേണ്ടത് എന്താണ്? സാഗർ തട്. നെക്സ്റ്റ് गुफा में 3 मुहवाली देश की प्रसिद्ध मूर्ति है जो दर्शनीय है. ആ ഗുഹയിലെ കുറെ ഗുഹകളുടെ പേര് പറഞ്ഞില്ലായിരുന്നോ? അതില് 3 മുഖങ്ങളുള്ള ഏതോ ഒരു ഭഗവാന്റെ രൂപം കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആരുടെയാണ്? എന്താണ് മോനെ? എലിഫന്റ കേവ്സ് ആണോ? ആ, എലിഫന്റ ഗുഫയില് അർദ്ധനാരീശ്വർ. അതിന്റെ പേരെന്താണ്? അർദ്ധനാരീശ്വർ. തേർഡ് വിക്ടോറിയ ഗാർഡൻ में एक बहुत बड़ा डैश भी है. വിക്ടോറിയ ഗാർഡനിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? മ്യൂസിയം അല്ലെ. അപ്പൊ അതിന് പേരെന്താണ്? സംഗ്രഹാലയ്. എന്താണ്? സംഗ്രഹാലയ്. സംഗ്രഹാലയം എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? മ്യൂസിയം. ജുഹു ബീച്ച് की तरह ही, ജുഹു ബീച്ചിനെ പോലെ തന്നെ ചൗപാട്ടി ബീച്ചും
ഏക് ഡേഷ് ഹുവാ സമുദ്രതട് ഹേ. ഒരു എങ്ങനെയുള്ള സമുദ്ര തീരമാണ്, കടൽ തീരമാണ്? ജഗ്മഗാത്ത ഹുവ. എന്താണ് അവിടെ ചേർക്കേണ്ട വാക്ക്? ജഗ്മഗാത്ത ഹുവ. ഈ ജഗ്മഗാന എന്നുള്ളതിന് മിസ് നേരത്തെ പറഞ്ഞു. അതിനൊരു എക്സാമ്പിള് ജഗ്മഗാത്ത താര, ജഗ്മഗാത്ത സ്റ്റാർ. അതായത് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം. മിന്നിത്തിളങ്ങുക, ജഗ്മഗാന. അപ്പൊ ഇവിടെ എന്താണ് അർത്ഥം? ജഗ്മഗാത്ത ഹുവ സമുദ്ര തട് ഹേ. ഏതിനെ പോലെ? ജുഹു ബീച്ച്, ജുഹു ബീച്ചിനെ പോലെ തന്നെ ചൗബാട്ടിയും എന്താണ്? ഒരു മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കടൽ തീരമാണ്, കടലോരമാണ് അല്ലെ. ലാസ്റ്റ് മുംബൈ നഗരിമേ ഡേഷ് ബി ദേഖ്നെ യോഗി ഹെ. ഇനി അടുത്ത് മുംബൈ ടൗണില് വേറൊന്നു കൂടി കാണാൻ യോജിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? ഫിലിം സിറ്റി. എന്താണ്? ഫിലിം സിറ്റി. ക്ലിയർ ആയോ മക്കളെ? എല്ലാവരും പകുതിക്ക് പോയി അല്ലെ. അശ്വിൻ അവരൊക്കെ ഇവിടെ. നെക്സ്റ്റ് നിമ്നലിഖിത് പർ ചാർ ചാർ വാക്യ ലിഖിയേ എന്നാണ്. എന്താണ്? നിമ്നലിഖിത് പർ ചാർ ചാർ വാക്യ ലിഖിയേ. അപ്പൊ എന്താ അതിനർത്ഥം? താഴെ കൊടുത്തിരിക്കുന്ന വാക്ക് ഉപയോഗിച്ച് 4 വാക്യങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് പോരാ, നമ്മൾ ഒറ്റ വാക്യത്തിൽ പ്രയോഗിക്കാറുണ്ട് അല്ലേ. ഇവിടെ എന്താണ്? ഒന്ന് തന്നെ 4 എണ്ണമായിട്ട് എഴുതണം. 4 തരത്തിലാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. കുറച്ച് പണിയുണ്ട് അല്ലേ. ടെക്സ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. എലിഫന്റ ഗുഫായെ, ജുഹു ബീച്ച്, നെഹ്റു താരാമണ്ഡൽ. അതുമായി ബന്ധപ്പെട്ട 4 സെന്റൻസ് അതിലെ മിസ് അയച്ചു. നെക്സ്റ്റ് സഹി ജോഡെ ബനായിയെ. മാച്ച് ദി ഫോളോവിംഗ്. സഹി ജോഡെ ബനായിയെ. ഹിന്ദിയിലെ ഹെഡിങ് തന്നെ പഠിച്ചു വെക്കണം. സഹി ജോഡെ ബനായി എന്ന് പറഞ്ഞാൽ ചേരുംപടി ചേർക്കുക അല്ലെ. എലിഫന്റ ഗുഫായെ ഏതിനോടെ യോജിപ്പിക്കേണ്ടത്? കലാത്മക മൂർത്തിയാ. അവിടെ എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടല്ലേ? കലാരൂപങ്ങൾ ഉണ്ട്. എലിഫന്റ ഗുഫായെ ഏതിനോടാ യോജിപ്പിക്കേണ്ടത്? കലാത്മക മൂർത്തിയാ. വിക്ടോറിയ ഗാർഡൻ അതിന് നേരെയുള്ള അതന്നെ. എന്താണ്? സംഗ്രഹാലയം. അത് നേരെ തന്നെ ഉണ്ട് അല്ലെ. സാധാരണ അങ്ങനെ നേരെ തന്നെ ഉണ്ടാവാറില്ല. പക്ഷെ ഇതിൽ 1, 2 എണ്ണം നേരെ കൊടുത്തിട്ടുണ്ട്. വിക്ടോറിയ ഗാർഡൻ, സംഗ്രഹാലയം. നെക്സ്റ്റ് അക്വേറിയം. അക്വേറിയത്തിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്? രംഗ് ബിരംഗി മച്ചലിയ. തേർഡ് ഏതാണ്? രംഗ് ബിരംഗി മച്ചലിയ. അക്വേറിയം, രംഗ് ബിരംഗി മച്ചലിയ. നെക്സ്റ്റ് അവിടെ മാച്ച് ഉണ്ട്. ഏതൊക്കെയാണ്? ഹാജി പീർ കി ദർഗാഹ് സമുദ്രക്കെ മധ്യസ്ഥിത്. അതവിടെ മാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ലാസ്റ്റ് ജുഹു ബീച്ച്. ജുഹു ബീച്ച് അത് നേരെയുള്ള എന്താണ്? രമണീക് സ്ഥൽ. രമണീക് എന്നായിരിക്കില്ല, രമണീയ എന്നാ വേണ്ടത്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാണ് കേട്ടോ. ആ കാമാതിരി യായുണ്ട്. രമണീയ സ്ഥലം എന്നാ പറയാ. രമണീയ സ്ഥലം എന്ന് പറഞ്ഞാല് നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്നർത്ഥം. കാണാൻ യോജിച്ച സ്ഥലങ്ങളെയാണ് നമ്മള് രമണീയ സ്ഥലം എന്ന് പറയാം. രമണീക് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജുഹു ബീച്ച്, രമണീക് സ്ഥൽ. അപ്പൊ അത് കംപ്ലീറ്റ് ആയില്ലേ? സഹി ജോഡെ ബനായി എന്നുള്ളത് കംപ്ലീറ്റ് മനസ്സിലായില്ലേ? ലാസ്റ്റ് നെക്സ്റ്റ് പ്രത്യയ് ജോഡ്കർ ശബ്ദ ബനായിയെ. പ്രത്യയങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ശബ്ദം ഉണ്ടാക്കണം. അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദർശൻ പ്ലസ് ഈയ, ദർശനീയ. അപ്പോ സ്ഥാൻ പ്ലസ് ഈ എന്തായിരിക്കും? സ്ഥാൻ പ്ലസ് ഈ എന്തായിരിക്കും? ദർശൻ പ്ലസ് ഈയ, ദർശനീയ. സ്ഥാൻ പ്ലസ് ഈയ, സ്ഥാനീയ. വെരി ഗുഡ്. ഭാരത് പ്ലസ് ഈയ, ഭാരതീയ. ഒന്ന് പറഞ്ഞെല്ലാരും. സ്വർഗ പ്ലസ് ഈയ, സ്വർഗീയ. സ്വർഗീയ. അതെന്ത് ജസ്റ്റിസ് മാത്രമേ ഉള്ളൂ. ജീവ പിന്നെ വായു ഒന്നും തുറക്കത്തില്ല അല്ലെ. വായു തുറന്ന എന്തെങ്കിലും വീണു പോവോ? എന്താ നിങ്ങളൊന്നും ബാക്കിയുള്ളവരും ഉണ്ടാതെ. ശാസക പ്ലസ് ഈയ,
ശാസ്ത്രജ്ഞ. എല്ലാവരും പറഞ്ഞേ, മിസ് ഒന്നുകൂടി ആദ്യം മുതലേ പറയാണ്. എല്ലാവരും ഒന്ന് വായി തുറന്ന് പറഞ്ഞേ. ദർശൻ പ്ലസ് ഈ ദർശനീയ, സ്ഥാൻ പ്ലസ് ഈ എന്തായിരിക്കും? സ്ഥാനീയ. പറഞ്ഞ എല്ലാവരും സ്ഥാൻ പ്ലസ് ഈ സ്ഥാനീയ. ഭാരത് പ്ലസ് ഈ ഭാരതീയ. ജുവാന. ഹലീമ വായി തുറന്നേ. സ്വർഗ് പ്ലസ് ഈ സ്വർഗീയ. ശാസക് പ്ലസ് ഈ ശാസകീയ. ക്ലിയർ ആയല്ലോ. ഇനി മറ്റേ സൈഡിൽ നോക്കുക. നിയന്ത്രൺ പ്ലസ് ഇത് നിമന്ത്രിത്. നിയന്ത്രൺ പ്ലസ് ഇത് നിമന്ത്രിത്. നിയന്ത്രിതല്ല നിമന്ത്രിത്. പുഷ്പ് പ്ലസ് ഇത് പുഷ്പിത്. പുഷ്പ് പ്ലസ് ഇത് പുഷ്പിത്. ശോഭ പ്ലസ് ഇത് ശോഭിത്. അതിന്റെ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങള് മലയാളത്തിൽ എഴുതാറില്ലേ? പിരിച്ചെഴുതുക, കൂട്ടിച്ചേർക്കുക. ശോഭ പ്ലസ് ഇത് ശോഭിത്. സമ്മാൻ പ്ലസ് ഇത് സമ്മാനിത്. അപമാൻ പ്ലസ് ഇത് അപമാനിത്. ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾ പറയണേ. നിയന്ത്രൺ പ്ലസ് ഇത് നിമന്ത്രിത്. പുഷ്പ് പ്ലസ് ഇത് പുഷ്പിത്. എല്ലാരും പറയണം. ഹലിമ പറഞ്ഞേ ഒന്ന് ഉറക്കെ. ശോഭ പ്ലസ് ഇത് ശോഭിത്. സമ്മാൻ പ്ലസ് ഇത് സമ്മാനിത്. ജുവാന എന്താ പറയത്തെ? അപമാൻ പ്ലസ് ഇത് അപമാനിത്. ഓക്കെ. എടി നിമ്നലിഖിത ശബ്ദമൊക്കെ വിലോമ ശബ്ദം ലിഖിയാണ്. താഴേക്ക് കൊടുത്തിരിക്കുന്നതിനെ ഓപ്പോസിറ്റ് വേർഡ് എഴുതാം. സജീവ്, നിർജീവ്, കണ്ടോ? അതൊക്കെ മിസ് എന്ത് ചെയ്യണം? എഴുതി മിസ് അയച്ചു തരും. നിങ്ങൾ പഠിച്ച വാക്കുകൾ അതിലുണ്ടാവാം. നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 50. नीचे दिए गए शब्दों से भाववाचक संज्ञा शब्द बनाइए. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന് ഭാവവാചക സംജ്ഞ നിർമ്മിക്കണം. എന്താ ഭാവവാചക സംജ്ഞ എന്നറിയണ്ടേ? സംജ്ഞ അറിയാം. സംഖ്യ സംജ്ഞ എന്നും പറയും, സംഖ്യ എന്നും പറയും. ഹരി നഖം കടിക്കല്ലേ? കൊറേ നാഗായി ഹിന്ദി ക്ലാസ്സിൽ തിന്നുന്ന. അപ്പൊ നോക്കുക, എന്താണ് ഭാവവാചക സംജ്ഞയിലേക്ക് മാറ്റിയതെന്ന് പറയുമ്പം അതിന് ശബ്ദം ഉണ്ടാക്കുന്ന ഭാവവാചക സംജ്ഞ എന്താന്ന് മനസ്സിലാവണം അല്ലെ? നൗണ് സംജ്ഞ എന്ന് പറഞ്ഞാൽ നൗൺ എന്ന് പറഞ്ഞാല് എന്താണ്? വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഭാവത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദം. ജസ്റ്റസ് അല്ലെങ്കിൽ അഫ്രാസ് അല്ലെങ്കിൽ ഹരി അല്ലെങ്കിൽ ഹലീമ, ആതിര, ഇതെല്ലാം എന്താണ്? നൗണാണ്. അതുപോലെ തന്നെ പാടിയൊടിച്ചാൽ, ചെറുപുഴ, പ്രാപ്പോയില്, ഇതൊക്കെ എന്താണ്? ഒരു നൗണാണ്. ബെഞ്ച്, കുർസി, ഇതൊക്കെ വസ്തുക്കളുടെ പേരാണ് അല്ലെ? അതും എന്താണ്? ഒരു നൗണാണ്. അതുപോലെ മധുരം, യുദ്ധം, അങ്ങനെയുള്ള വാക്കുകളും എന്താണ്? നൗണാണ്. അപ്പോ ഇവിടെ എന്താണ്? ഭാവവാചക സംജ്ഞയിലേക്ക് അതിൽ നിന്ന് വാക്കുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത് അല്ലെ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. മറ്റേ പറയുമ്പോൾ എന്തായാലും ക്ലാസ് കട്ടായി പോകും. കേട്ടല്ലോ? അപ്പൊ അതുവരെ ഇപ്പൊ തന്നെ അവിടെ എഴുന്നേറ്റ് പോകാതെ എന്താ പറയണ്ടേ, മുംബൈക്ക് സയർന്നുള്ള ലെസൺ നന്നായിട്ട് അവിടുന്ന് വായിക്കുക. വേർഡ് മീനിങ് ഒക്കെ എടുത്ത് എഴുതി വെക്കുക നോട്ടിൽ കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ. അർത്ഥം എല്ലാം എഴുതി. എല്ലാ ലെസണും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാവരും ഒന്ന് നോട്ടെല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കും. ഓക്കെ, ബൈ.